അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാൻ. ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് അറിയുന്നത് എത്ര പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമുണ്ടോ എന്ന് ചെയ്യണമെന്ന്. ഇതുവരെ വലുതായിട്ടൊന്നും വന്നിട്ടില്ല സ്ക്രീനിൽ. ചെറുതായിട്ട് എല്ലാം ചിരിക്കണില്ല, തമാശ പറയണില്ല, അങ്ങനെയൊക്കെയല്ലേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ വരെയാണ്. വേറെ ഒന്നിനുമല്ല, ഇത്ര അംഗീകാരങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇനി മുന്നോട്ടൊന്നും കൊണ്ടുപോകാനും ഒരു പരിപാടിക്കും ചെയ്യാൻ പറ്റാതാണെന്നാണ്. ഇവിടെ ഒരു ഷോയ്ക്കും ഇവിടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, മോഡലിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. കുറെ ബുദ്ധിമുട്ടിലൂടെ കൊണ്ടുപോയതാണ്. നമ്മൾ അറിയാന്നുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ കാര്യം അറിയായിരിക്കും. പക്ഷെ എനിക്ക് എന്ത് ഇപ്പോൾ ഒന്നിനും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടും നമ്മൾ നല്ല രീതിയിൽ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കണമുണ്ടും വെച്ചിരിക്കണമെന്നേ ഉള്ളൂ. നല്ല രീതിയാണ് ഇരിക്കണം. അപ്പൊ എനിക്ക് എൻ്റെ ഒരമ്മയെന്നുള്ള രീതിയിൽ നീ മുന്നോട്ട് പൊയ്ക്കോ, ഞാനും ചേട്ടനും എൻ്റെ അനിയനും എല്ലാവരും കാണുമൊപ്പം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു അംഗീകാരം കൊടുക്കണം. എനിക്ക് ശരിക്കും ഒരു കിരീടം വെച്ചു കൊടുത്ത് പറയണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം ഒന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഒരു 700 രൂപയുടെ നോക്കിയിട്ട് പോലും ശരിക്കും പറഞ്ഞാൽ കുറെ പേരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്തു. ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുക. ഇൻസ്റ്റയിൽ വീഡിയോസ് കണ്ട് പറയുന്നവരുടെ പോലും അവർക്കൊക്കെ നമ്മളെ പോലെ അല്ലേ, എല്ലാവർക്കും അങ്ങോട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം നടന്നില്ല. എന്നിട്ട് ഇന്നലെ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി നോക്കുന്നത് അവർ കണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ കിട്ടിയ കിരീടം OLX കൊടുക്കാനാണെന്ന്. അപ്പൊ എവർക്കും അറിയാം അത് പോകില്ല. അതുകൊണ്ട് അമ്മ അതെങ്ങനെ ഉൾക്കാലത്ത് ഞാൻ കൊടുക്കുകയാണെങ്കിൽ 50 രൂപയ്ക്ക് 50 രൂപ തൽക്കാലം അത് അത്യാവശ്യമാണ്, അതുകൊണ്ട് കൊടുക്കാം എന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്ര സെറ്റപ്പ് ആയിട്ടിരിക്കുന്നത് വാടക വീടാണ്. ആ വീട്ടിൽ ഷോക്കേസ് ഉണ്ടായിട്ട് അടുക്കി വെച്ചിരുന്നതാണ്. പിന്നെ നമ്മളുടെ വലിയ ടിപ്പും ടപ്പും നോക്കണ്ട ഉണ്ടായിരുന്നല്ല ഒരു സമയത്ത്. ഭയങ്കരമായിട്ട് അല്ലെങ്കിലും അത്യാവശ്യം എല്ലാം ഒരു വിധം നിന്നു. പക്ഷെ കുറെ പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടെ ആയതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പോണ്. ആദ്യം ഞാൻ ഗിഫ്റ്റ് കൊടുക്കാം, എന്നിട്ട് എക്സ്പ്രഷൻ കണ്ടതിന് ശേഷം ബാക്കി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ ഇതിൽ ഏതാണ് ഇതിനകത്തിരിക്കുന്ന ഗിഫ്റ്റ് എന്ന് അറിഞ്ഞുകൂടാ. കൊടുക്കുന്നതനുസരിച്ച് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ശരിക്കും ഇത് കുറെ ദിവസം കൊണ്ട് ഇത് ആലോചിക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ പോയാൽ പറ്റൂല, എന്റെ കൊച്ചിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവള് കുറെ നമുക്ക് വേണ്ടി ചെയ്യണുണ്ട്, നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അങ്ങനെ ഞാൻ വിചാരിച്ചാണേ. ഞാൻ ഇത് ഓരോന്നും വിധം കൊടുക്കുവാണ്. കൊടുത്തതിന് ശേഷം ഇതിലിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഒരു ചെറിയ കുടുക്കാണേ. ഞങ്ങള് പൊട്ടിക്കുന്ന കാര്യം കൊണ്ട് ഞാൻ പറയാം. ഞങ്ങൾക്ക് ഇപ്പോഴും ഒത്തിരി ഷോസിനൊക്കെ ഓരോരുത്തരും വിളിക്കുന്നുണ്ട്, പോകണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ സാമ്പത്തികം ഒന്നിനും സമ്മതിക്കണില്ല. ഇപ്പൊക്കെയാണ് ഞാൻ കുറച്ചും കൂടെ അറിയണ പൈസ ആണ് ഏറ്റവും വലുത്. നമുക്ക് ഇഷ്ടങ്ങളുണ്ട്. ഒരു പിള്ളേർക്ക് സാമ്പത്തികം വലുതായിട്ടില്ലാത്ത പിള്ളേർക്ക് എത്ര ആഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്തണമെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടണം. ഇല്ല, അത് ഒരു ഭാഗ്യമാണ്. സത്യമായിട്ട് മക്കളെ, നിങ്ങൾ ആർക്കൊക്കെ ഷോയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നോ, ആർക്കൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുന്നോ, നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും രീതിയിൽ നിങ്ങളുടെ അമ്മയ്ക്ക് അച്ഛനും കൊണ്ടുപോകാൻ പറ്റുന്നത്, എല്ലാത്തിനും പങ്കെടുക്കാൻ പറ്റുന്നത്. അതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഞാൻ ചിലപ്പം കാണാത്ത അല്ലെങ്കിൽ മിണ്ടാത്ത പിള്ളേരുടെ പോലും ഞാൻ ഇരുന്ന് കാണാറുണ്ട്, ഞാൻ ആസ്വദിക്കാറുണ്ട്. എന്റെ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഭഗവാനാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഭഗവാനാണ്. എല്ലാത്തിനും ഒരു തുടക്കം ഇതിലൂടെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ശരിക്കും ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇത്ര കാരണം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കുമായിരിക്കും ഞാൻ ഇതിടുന്നത് എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ എവർക്കെങ്കിലും നല്ലൊരു അവസരം കിട്ടിയാലോ, ഇത്രയും പാടുപെട്ടിട്ട് ഒന്നും ആവുന്നില്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കണം കുറച്ചെങ്കിലും ശത്രുക്കൾ കാണും. ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എല്ലാവരും നന്നായിരിക്കും എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പം അങ്ങനെ സന്തോഷിക്കുന്ന ശത്രുക്കള് ചിലപ്പോ ഇപ്പൊ സന്തോഷിക്കുമായിരിക്കും, നീ പോയിട്ടൊന്നും ആയില്ലല്ലോ, അപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ പൈസ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തുള്ളൂ, നിന്റെ കാര്യം നോക്കിപ്പോ എന്ന് പറഞ്ഞ് അവർക്ക് സന്തോഷമായിരിക്കും. പക്ഷെ ഞാൻ ഇത് കൊടുക്കുന്നത് ഇതവിടെ ഒരു തുടക്കമാണ്. എപ്പോഴും അവർ ഇഷ്ടപ്പെടുന്ന ഭഗവാൻ കാരണം കൂടെ കാണും എന്നുള്ളത്. പിന്നെ രണ്ടാമത്തത്, ഇന്ന് ഈ വീഡിയോ ഇടുന്നതിന് ശേഷം വരാൻ പോണ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണ്.
മോശപ്പെട്ടതായിരിക്കും കൂടുതൽ. കാരണം അവരുടെ പ്രായം പോലും നോക്കാതെ ഒരു വീഡിയോ ഇടുമ്പോൾ ഫേക്ക് അക്കൗണ്ട് നോക്കിയിട്ട് ഉണ്ടാക്കി കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ ശത്രുക്കൾ തന്നെ ആയിരിക്കാം. ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിലിറങ്ങുമ്പോൾ തന്നെ ദേഷ്യമുള്ളവർ കാണുമല്ലോ, ഈ നന്നാവരുതെന്ന് വിചാരിച്ചിരിക്കുന്നവർ കാണുമല്ലോ. അങ്ങനെയുള്ളവരെ തുടങ്ങി മോശമായിട്ടുള്ള കമന്റ് ഒക്കെ ഇടുള്ളൂ, പ്രായം നോക്കാതെ. അപ്പൊ അങ്ങനത്തെ ശത്രുക്കൾക്കും പിന്നെയും കമന്റ് ഇടാലോ, ഇതിനെതിരെ ഇടാം. അപ്പം അതിനായിട്ട് മറുപടി ആയിട്ട് അടുത്തൊരു ഗിഫ്റ്റ് കൈ കൊടുക്കുകയാണ്. ഞാൻ ശരിക്കും ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 150 രൂപ 151 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ വില നോക്കി ഓരോന്ന് വാങ്ങിച്ച് കൂട്ടി വെച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല, പക്ഷെ ആൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ആ വില നോക്കിയാലേ എടുക്കുന്ന, കയ്യിലുള്ള പൈസക്കല്ലേ എടുക്കാൻ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യം കുറിച്ച് അങ്ങനെയല്ല, കുറെ എടുത്ത് തരുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നൂല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോക്ക് ചിലപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു തുടക്കത്തിനായിരിക്കും, ചിലപ്പോൾ നല്ലൊരു അവസരങ്ങൾ കിട്ടാനായിരിക്കും, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് സാധനങ്ങളാണ്. നീ ഇത് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നിനക്ക് കുറെ മോശമായിട്ടും നല്ല രീതിയിലും ഒക്കെ കുറെ കാര്യങ്ങൾ വരും. ഇത് നീ ഒന്നും കണ്ടില്ല, അങ്ങനെ വന്ന ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ നീ ഒന്നും കേട്ടില്ല. അടുത്തൊന്നും കാണിച്ചു പേരില്ല മറന്നുപോയി. പക്ഷെ ഒരെണ്ണം മനസ്സിലായി ഒന്നും മിണ്ടണ്ടെന്ന്. പക്ഷെ അത് മിണ്ടണം. മിണ്ടണം. എന്തുകൊണ്ടാണ് മിണ്ടണ്ടെന്നുള്ള വാങ്ങിക്കാത്ത? പിന്നെ കയ്യിലുള്ള പൈസയും നോക്കണമല്ലോ. അപ്പൊ ഞാൻ നോക്കിയെടുത്തോളം മിണ്ടണ്ടെന്നുള്ളതല്ല പറഞ്ഞത്, ഇനി അങ്ങോട്ട് മിണ്ടണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഞാൻ ഇനി എന്തൊക്കെ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും ഞാൻ പറയണ, ഞാൻ തോറ്റിട്ടിടുന്ന വീഡിയോ ഒന്നും അല്ല, ഞാൻ കൂടെ കാണും. ഞാൻ ആരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇവളുടെ കൂടെ, ഞാൻ മാത്രമല്ല എൻ്റെ മോനും ചേട്ടനും. ശരിക്കും അതും കൂടെ പറഞ്ഞു തരാം. ഇപ്പൊ ഇത്രയും ബാധ്യത പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ ഇത്ര ഇതായിട്ട് നിൽക്കുകയല്ലേ എന്ന് വിചാരിക്കുന്നവരുടെ അടുത്ത് ഒരു വാക്കും കൂടെ പറയാനുണ്ട്. പട്ടിണിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം കുറെ നാള് ഞാൻ ഒരു സിംഗിൾ മമ്മായിട്ടാണ് എല്ലാ പരിപാടിക്കും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഷോസിനായാലും എല്ലാത്തിനും കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ കടങ്ങളും കുറേ പേര് സഹായിച്ചിട്ടുണ്ട് കേട്ടാ. ശരിക്കും കുറേ പേര് സഹായിച്ചിട്ടുണ്ട്. അതിൽ ഒരു ചേട്ടനാണെങ്കിൽ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതുവരെ മോശമായിട്ടുള്ള രീതിയിലാണ് പിന്നീട് വന്നത്. നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ചിലവരൊക്കെ ഞാൻ ഒരു ഷോയ്ക്ക് പോയിട്ടിരിക്കുമ്പം അവിടെ ഇരുന്നിട്ടായിരിക്കും തിരിച്ചു വരാനുള്ള വണ്ടി കഷ്ടിച്ചിട്ടാണെങ്കിൽ ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ വരെ ഉള്ളവർ ഞാൻ വിളിച്ചു ചോദിക്കും, എനിക്ക് ഇത്രയും വിട്ടുതരാമോ? സത്യം അവരൊക്കെ എൻ്റെ കൊച്ചു രക്ഷപ്പെടും, അവർക്കൊരു കഴിവുണ്ട്, രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ അവരിട്ട് തരും. ചില്ലറയൊക്കെ അവരിട്ട് തരും. ആ പൈസക്കാണ് തിരിച്ചു വന്നതും. വലിയ പൈസ ഉണ്ടായിട്ടൊന്നും അല്ല അവരടുത്ത് കൊണ്ടുവന്നതും. ഒത്തിരി ഡ്രസ്സ് ഒത്തിരി പേര് അവർ ഉപയോഗിച്ചതാണെങ്കിലും നമുക്കത് പുതിയതായിട്ട് ജയലക്ഷ്മിന്ന് വാങ്ങിച്ച ആയിട്ടാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. നമുക്ക് അത്രയ്ക്കും വിലപിടിപ്പാണ്. കാരണം നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ഒരു ഡ്രസ്സ് പോലും ഇവള് സുലിയെ പോയി നോക്കി ഇഷ്ടമാണ്, അത് വാങ്ങണമെന്നുള്ള പൈസ കാരണം ഇവളിന്ന് പഠിച്ച് ഉണ്ടാക്കിയ ഡ്രസ്സ് പോലും ഉണ്ട്. അതുപോലും ഇടുമ്പോൾ മോശമായിട്ടുള്ള കമന്റ് ഇൻസ്റ്റയിൽ വരെ വരുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. കാരണം വിവരമുള്ളവർക്കല്ലേ എല്ലാം മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മുടെ സാഹചര്യം എല്ലാവർക്കും അറിയണമെന്നില്ല. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നവർക്ക് ഒട്ടും അറിയേണ്ട കാര്യമില്ല, മോശമായിട്ട് ഞാൻ ഇട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ ഫേക്ക് അക്കൗണ്ട് അല്ലാതെ ശരിക്കുള്ള അക്കൗണ്ടിൽ കയറി മെസ്സേജ് ഇടുന്നവരെ നമ്മൾ വില വയ്ക്കാറില്ല. കാരണം ഒത്തിരി പേര് ജീവിക്കുന്ന ആരുടെയും വായിങ്ങനെ ഇട്ടിട്ടില്ല. ഞാനും എൻ്റെ മോനും പട്ടിണി കിടന്നപ്പോൾ പോലും തിന്നോന്ന് ചോദിക്കാൻ ആരുമില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള അടുത്ത് ബാക്കിയുള്ളവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും നമ്മളുടെ അവസ്ഥ പട്ടിണി ഇല്ല. കാരണം നല്ല ഒരു അച്ഛനും അമ്മയും നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തിയ ഒരു ആള് എൻ്റെ ജീവിതത്തിലോട്ട് ഉണ്ടാകുകയാണ്. 5 വർഷം മുന്നേ ഡൈവോഴ്സ് ആയിരുന്നു. എൻ്റെ ജീവിതത്തിലോട്ട് വന്ന് നമ്മളെ പൊന്നുവരെയാണ് നോക്കണം. ഞാൻ ആദ്യം അച്ഛനും അമ്മയ്ക്കും ഞാൻ കുറച്ചും കൂടെ നന്ദി പറയണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വളർത്തിയതിൻ്റെ ഇതാണ്. നമ്മളെ പട്ടിണി കിട്ടിയിട്ടില്ല. അഥവാ ഒരു ഇതില്ലെങ്കിൽ ആരുടെയെങ്കിലും വാങ്ങിച്ചിട്ടായാലും ആണ് ഒത്തിരി ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ നമ്മളുടെ കൂടെ വന്നിട്ട് പെട്ടിരിക്കുകയാണ്, ഒത്തിരി കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനൊക്കെ എങ്ങനെ മാറും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കൊച്ച് ഇപ്പൊ പെടുന്ന പാട് അവള് മിക്ക വീഡിയോയും കാണുമ്പം എനിക്ക് നന്നായിട്ട് അറിയാം. ഒത്തിരി പരിപാടിയൊക്കെ ഓരോരുത്തരും വിളിക്കുന്നുണ്ട്.
മിക്ക വീഡിയോ കാണുമ്പോൾ അവൾ വിഷമിക്കുന്നുണ്ട്, അവൾക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറയും കണ്ടപ്പിള്ളേർ ചെയ്യണുണ്ടാവുന്ന നമ്മൾ പറയും അമ്മ എന്നെ എല്ലാരും വിളിക്കണല്ലേ, പൈസ ഇല്ലാത്തോണ്ടല്ലേ നമുക്ക് പോകാൻ പറ്റാത്തത്, അതുകൊണ്ടല്ലേ എനിക്കത് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ചിലവര് ചോദിക്കുമ്പോൾ അവള് ചിലപ്പോൾ അവര് കുറ്റമായിട്ടല്ല ഞാൻ പറയണത്, ചിലപ്പോൾ വിളിച്ചാലോ വണ്ടിക്കൂലി എന്തെങ്കിലും ഇട്ട് നിന്ന് വിളിച്ചാലോ എന്നുള്ള എന്തെന്ന് പറയും എനിക്ക് വരണമെന്നുണ്ട്, വണ്ടിക്കൂലിയും ഒന്നിനും ഇല്ല, അതുകൊണ്ടാണെന്ന് പറയും. പക്ഷെ അവരും ഈ പറയുമ്പോൾ ഒത്തിരി പൈസ നമുക്ക് ഇതിന് പോകണമെന്നറിയാം. നമ്മൾ 1000 രൂപ മുടക്കുന്നിടത്ത് അവർ 10,000 മുടക്കി ഒരു പരിപാടി ചെയ്യണം. അപ്പൊ അവർക്ക് പൈസ കിട്ടണ്ടേ, അതാണല്ലോ അവരുടെ മെയിൻ ഇത്. പിന്നെ ഇപ്പൊ എല്ലാരും അടുത്ത ചോദ്യം, എല്ലാത്തിനുള്ള മറുപടിയും കൂടെ പറഞ്ഞോവാം. ഞാൻ ഇത്രയും നാളും കൊണ്ട് കേട്ട ചോദ്യങ്ങൾക്ക് ഇത്രയും പൈസ ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുപോകണം എന്തിനാ അതിന്റെ ആവശ്യം എന്തെന്ന് ഞാൻ ചോദിക്കട്ടെ. ഒരു പെൺകൊച്ചിന് ഒരു കല്യാണവും ഒരു പഠിത്തവും മാത്രമേ ഉള്ളൂ ആ ജീവിതത്തില്. കല്യാണം അത് പിന്നീട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പഠിത്തം അത്യാവശ്യമുള്ളതാണ്. പക്ഷെ അതിന് നമ്മൾ നാളൊരു കാലത്ത് ഇവിടെ ചിലപ്പം +2 കഴിഞ്ഞിട്ട് ഡോക്ടർ എഞ്ചിനീയറോ പഠിക്കുന്ന പിള്ളേർക്ക് വീട്ടുകാർ ലക്ഷങ്ങൾ മുടക്കാറില്ലേ, ആ ലക്ഷങ്ങൾ മുടക്കുന്നത് എനിക്കിപ്പോ അത്രയും ലക്ഷമൊന്നും ആയിട്ടില്ല, എന്നാലും കടങ്ങളുണ്ട്. അത് ഈ ഷോയ്ക്ക് പോയിട്ട് മാത്രം ഉണ്ടായ കടമില്ല. ഞാൻ അല്ലാതെ വിശ്വസിച്ച് അങ്ങോട്ടൊന്ന് മറിച്ചതും പിന്നെ എന്തോന്ന് പറയാൻ 5 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ജോലി സ്ഥാപനത്തിൽ വെക്കണമെന്ന് എനിക്ക് കിട്ടണത് 12-13 രൂപ ശമ്പളമാണ്. അതിൽ നിന്ന് എനിക്ക് പോണ 14-15 കിട്ടുന്ന സമയം കാണും. അതിൽ നിന്ന് 6000 രൂപ വാടക മാത്രം ഞാൻ കൊടുക്കുന്നതായിരുന്നു. പിന്നെ വണ്ടിക്കൂലി, പിള്ളേരുടെ ചെലവിന്റെ ചെലവ്. അതിന് മുന്നേ 5 വർഷം കൊണ്ട് ഏകദേശം മുന്നേ ഞാൻ വാങ്ങിച്ചിട്ട കടങ്ങൾ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ആ കടങ്ങൾക്ക് ഒരാൾക്ക് ഒരു വട്ടം പലിശ കൊടുക്കുക, ഒരാളുടെ 5000 രൂപ വാങ്ങും. അങ്ങനെ കൂടി എന്നെ ആരൊക്കെ വിളിച്ച് ചീത്ത വിളിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാൻ ഇപ്പോഴും തളർന്നിട്ടില്ല. കാരണം അതിനൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഇവിടെ എനിക്ക് തരുന്ന എഫേർട്ട് അതുപോലെയാണ്. ഇവർക്ക് പരിപാടി വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴേ സ്പേസ് ഇല്ലാതെ വീഡിയോ കട്ടെ. അപ്പൊ ഒന്നുകൂടെ അല്ലാതെ പറയേണ്ടി വരുന്നു. അതുപോലെ ഫോണാണെങ്കിൽ ഡിസ്പ്ലേ പോയതാണ്. അതൊരു എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെതാണ്. അപ്പം ആ ഫോണാണ് എൻ്റെ ഡിസ്പ്ലേ പോയിട്ട് പല വീണുകൊണ്ടിരിക്കുകയാണ്. ഫോൺ വേറെ ഇത് തന്നെ ഫോണിന് എല്ലാവരും പറഞ്ഞ വീഡിയോ ഒന്ന് മാറ്റിയെടുക്കാൻ നല്ലൊരു ഫോണ് ഇത് തന്നെ ഭാഗ്യമാണ്. ഇതിന്റെ ഡിസ്പ്ലേ 2 വരെ വീണപ്പോഴേ എൻ്റെ നെഞ്ചത്ത് ഇപ്പോൾ എപ്പോഴാണ് അത് വന്നത് എന്ന് വൈകിട്ടായിട്ട്. ഇത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തോ എല്ലാം ദൈവം എന്തോ വിധിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അതിൻ്റെ ഇത്. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ തോക്കാൻ തയ്യാറല്ല എന്ന് പറയാൻ കാരണം ഈ പ്രായത്തിൽ എൻ്റെ കൊച്ച് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതിന് പോകുമ്പോൾ പഠിക്കുന്നില്ലല്ലോ, പിന്നെ എന്താ പ്രയോജനം, അല്ലെങ്കിൽ ഇതുവരൊന്നും ആയില്ലല്ലോ എന്ന് ചോദിക്കുന്ന അവരുടെ അടുത്ത് ആയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റയിലായാലും ഇപ്പൊ ഒരു വീഡിയോ ഇടുമ്പോഴൊക്കെ എന്തെങ്കിലും വലിയ എമൗണ്ട് ഒന്നുമല്ല 1000 അങ്ങനെയൊക്കെ 2000 അങ്ങനെയൊക്കെ വന്ന് ഓരോന്നും വരുന്നുണ്ട്. പിന്നെ പഠിക്കുന്നുണ്ട്, അവള് സ്കൂൾ ഫസ്റ്റ് ആണ് ക്ലാസ്സിൽ. അത് സാറ് പറഞ്ഞ ഹ്യൂമാനിറ്റീസിൽ ഒരു കൊച്ചിന് A+ എക്സ്പെക്ട് ചെയ്യാം. ആദിത്യമാണെന്ന് വിചാരിച്ച ആദിത്യക്ക് 1200 മാർക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നു. എനിക്ക് ഇവിടെ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും ഭയങ്കര അഭിമാനമാണ് അവളെ പറ്റി പറയാൻ. കാരണം പഠിക്കുന്നുണ്ട്. മിക്കവാറും സ്കൂളിൽ പോകാൻ പറ്റൂല എൻ്റെ കൊച്ചിന്. വേറെ ഒന്നും കൊണ്ടല്ല, സീരിയലിന്റെ വർക്കിന് വിളിച്ചാൽ അതിന് നമ്മൾ പോകും, ഇതേപോലെ വിളിച്ചാൽ പോകും. അത് സീരിയലൊക്കെ ഉണ്ട്, അതും കളിയാക്കുന്ന ആൾക്കാരാണ് രാത്രി താമസം വരുമ്പം. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ വർക്കിന് പോകുമ്പോഴത്തേക്കും എവിടെ പറയണം പോകുമ്പോൾ ആ കിട്ടണ പേയ്മെന്റ് വെച്ച്, കാരണം ഇവിടെ ബാക്കി നടക്കുന്നുണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറയും ജോലിക്ക് പോയെങ്കിൽ കാര്യങ്ങളെല്ലാം നടക്കൂലായിരുന്നു എന്ന്. അല്ല, തെറ്റ്. ഞാൻ എത്ര പേരുടെ അത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജോലിക്ക് പോണതിനെക്കാട്ടിയും എനിക്ക് ഒരു ജോലിക്ക് പോരടുത്ത് കടയിൽ കയറിയാലും 15 അത്രയൊക്കെ കാണുള്ളൂ. പക്ഷെ ഈ മാസം തന്നെ അവള് ഈ മാസം ഉണ്ടായിരുന്ന തിരുച്ചെന്തൂര് ഡാൻസ് ദസറയ്ക്ക് വേണ്ടി പോയി 3 ദിവസം പോയി. ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പഠിക്കുകയും ചെയ്യാം. സ്പോർട്ട് ഡാൻസ് അങ്ങനെയൊക്കെ ആയിരുന്നു. അതിന് പോയി 3 ദിവസം പോയി അവിടെ കിടന്ന് കളിച്ച് അത്യാവശ്യമുള്ള അതിൽ നിന്നും കിട്ടി. പിന്നെ അല്ലാതെ ഓരോ പ്രോഡക്റ്റിന്റെ അത് ചെയ്യുമ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് പറയണവർക്ക് എന്തും പറയാമല്ലോ. എങ്ങനെയെങ്കിലും
അതൊന്നും നടത്താൻ അങ്ങനെയല്ലേ തോന്നുള്ളൂ. ഞാൻ കുറ്റമായിട്ടല്ല പറയണം, ചിലപ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ട് അനുസരിച്ചായിരിക്കും പറയണം. പക്ഷെ പോയാലും എനിക്ക് കിട്ടുന്ന ഇത്രയാണ്. ആ കിട്ടണേന്ന് എനിക്ക് ഒരു കാര്യത്തിന് കൊടുക്കാൻ പറ്റും. അതിപ്പോഴും അവള് ശരിയാക്കി തരുന്നുണ്ട്. എവിടെ ഈ സീരിയലിൽ പോകണം, കാരണം എല്ലാവരും ഈ പറയുന്നത് അവള് കേൾക്കുന്നുണ്ട്. എന്തിങ്ങനെ കൊണ്ടു കിടക്കണം, ഒന്നും ആവണില്ലല്ലോ, എന്തെന്റെ ആവശ്യം. അത് ശരിക്കും അല്ല, അത് പറ്റുന്നോണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. എത്രയുടെ അടുത്ത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ മുന്നേ കിടന്ന കടമാണ് എന്നെ എത്രത്തോളം പ്രശ്നത്തിലും ബാധ്യതയിലും ആക്കിയിട്ടേക്കണം. അല്ലായിരുന്നെങ്കിൽ ഒരുവിധം നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അവൾ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ആ പഠിക്കണത് വേറെ ഒന്നുമല്ല, ഒന്ന് അവൾക്ക് എന്തെങ്കിലും ആവണം, ഇത് മാത്രമായിട്ട് ഇരുന്നാൽ പോലല്ലോ, പഠിച്ചൊരു ജോലി വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഏവിയേഷൻ തന്നെ, അതിൽ കൂടുതലൊന്നുമില്ല. കാരണം ഞാൻ കുഞ്ഞിലേ പറയുന്നത് എന്റെ പ്രശ്നങ്ങളാണ്. നീ അവള് എപ്പോഴും ഫുൾ മാർക്കാണ്. അപ്പൊ ഞാൻ പറയും, നീ കൂടുതൽ പഠിക്കല്ലേ, എനിക്ക് വലുതൊന്നും പഠിപ്പിക്കാൻ വിടാനുള്ള കാശില്ല, അത്യാവശ്യം എന്തെങ്കിലും മതി, അപ്പൊ നമുക്ക് പിടിച്ച് നിൽക്കാനുള്ളത് അത് മാത്രം നീ വലുതാകുമ്പോൾ ആലോചിച്ച് എന്തെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റണം. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഡോക്ടറൊന്നും പറ്റൂല, 10 ലക്ഷം അത്രയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അത് കേട്ടായിട്ടായിരിക്കും. പിന്നെ അവർക്ക് ഇപ്പൊ ചെയ്യുന്ന ഇതിനോട് ഒത്തുപോകാൻ പറ്റുന്ന ഒരു ജോലിയായിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പഠിക്കണമുണ്ട്, കവിത എഴുതും, കവിത മത്സരത്തിന് സമ്മാനമുണ്ട്, ഓണാക്ട് ചെയ്യുന്നുണ്ട്, കുറെ അവസരങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നീ ചിലർ പറയും പോലെ മോശമായിട്ടുള്ള തിരിച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും, അങ്ങോട്ട് ഓരോ രീതിയിലും. അല്ലെങ്കിൽ ഇപ്പൊ പേയ്മെന്റ് ഇല്ലാതെ 10-20 ദിവസം പോയി നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും പറ്റുമോ ചോദിക്കുമ്പോൾ ശരി അവര് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇപ്പോഴൊരു ഇത് സിനിമയിൽ വന്നപ്പോൾ ഞാൻ പേയ്മെന്റും കൂടെ ചോദിച്ച് ഇങ്ങനെ നിൽക്കണമുണ്ട്. എന്തോ അതുകൊണ്ടൊക്കെ എല്ലായിരിക്കും. പിന്നെ അഭിനയം അങ്ങനെ പോരാ ഇങ്ങനെ പോരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അഭിനയിച്ച എന്തെങ്കിലും വീഡിയോ ഉണ്ടോ, അതും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ എൻ്റെ അടുത്തേക്ക് അഭിനയിച്ചാലല്ലേ ഒരു വീഡിയോ കിട്ടുള്ളൂ, നന്നായിട്ടൊരു സീൻ കിട്ടിയാലല്ലേ. പറയും മറ്റേ ഈ ജോലിക്ക് നമുക്ക് കിട്ടത്തില്ലേ, ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളെ എടുക്കണമെന്ന് എല്ലാ കമ്പനിയും പറയും. ആ 1 വർഷം എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അയാൾക്ക് ജോലി ചെയ്താലല്ലേ 1 വർഷം എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നില്ല. കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, കുറെ. പക്ഷെ എന്തോ നിർത്താൻ തോന്നുന്നില്ല. പിന്നെ ഞാൻ എവിടെയും കൊണ്ടുപോകുമ്പോൾ ഒത്തിരി മക്കൾ പറയാറുണ്ട്, നമുക്ക് ഭയങ്കര ഇത് തോന്നും, അമ്മ കൊണ്ടുവരണേൽ അമ്മ കൂടെ നിൽക്കണേല്. ഒത്തിരി അമ്മമാർ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, ഒത്തിരി പേര് അമ്മമാര് ഒപ്പം നിൽക്കുന്നുണ്ട്. സത്യം മക്കളെ നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തതാണ്. കാരണം നിങ്ങളുടെ അമ്മമാരുടെയില് കഷ്ടപ്പെട്ടാണ് ഒത്തിരി പേര് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നവരുണ്ട്. എനിക്ക് അതും ഇപ്പൊ പറ്റണ്ട, അതുകൊണ്ടാണ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്താണ് മക്കളെ പോകാൻ പറ്റണ്ടേ. ഒരു ഷോയ്ക്ക് തന്നെ പോയിട്ട് എവിടെ വിൻ ചെയ്ത് ടൈറ്റിൽ വിന്നറായി. പക്ഷെ ഇവള് അവസാന നിമിഷം വരെ വന്നതെന്ന് എന്റെ കൈ പിടിക്കുമായിരുന്നു. അമ്മ ബാക്കിയുള്ളവരുടെ അത്രയൊന്നും ഡ്രസ്സൊന്നും എൻ്റെ കയ്യിൽ എത്തണില്ല, കിട്ടുമോ, ഞാൻ നീ ചെയ്യാനുള്ളതെല്ലാം നന്നായി ചെയ്ത്. പിന്നെ ഇതാവാണെങ്കിൽ മാർക്കിന്റെ ഇതിലാണ്. കാരണം അവരുടെ കുറ്റമല്ല, അവർക്ക് പൈസ ഉണ്ടായിട്ട് അവർക്ക് നല്ല വാങ്ങാൻ പറ്റണം, നമുക്ക് അതിനുള്ള ഇതില്ല. ഓൺലൈനിൽ എവിടെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് വീട്ടിലിരുന്ന് ഞാൻ പറഞ്ഞേ ഇപ്പം ഞാൻ സെക്കൻഡ് മാരേജ് ആണ്. അപ്പൊ എന്റെ ചേട്ടനും കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് മുട്ടൊക്കെ വെച്ച് വർക്ക് ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ട് അത് ഡിസൈൻ ചെയ്ത് എവിടെ ഓരോന്നും മൊബൈലിൽ നോക്കി ഐഡിയകൾ പറഞ്ഞത് ചെയ്തെടുത്താണ് ആ ഡ്രസ്സ് ഇട്ട് വിന്നറായത്. അത് ഭയങ്കര സന്തോഷമാണ്. എവിടെ ഒരു പരിപാടി കിട്ടിയാൽ എവിടെ തലേന്ന് പറ്റണത്രയും, തലേന്നല്ല നേരത്തെ പറ്റണത്രയും പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഈ പറയുമ്പോട്ട് എന്നെ സഹായിച്ചതിനെ പറ്റി പറയാനാണെങ്കിൽ അതേ ഉള്ളൂ. ഷോയ്ക്ക് പോകുമ്പോൾ പോലും എൻ്റെ കൂട്ടുകാരികൾ കേട്ടു പറഞ്ഞാൽ തന്നെ അവർക്ക് വിഷമാവെന്തോ പറയണ്ടെന്ന് തോന്നുന്നുണ്ടോ. ഷബ്ന മറിയാമോ ഒത്തിരി പിന്നെ ആരുടെയൊക്കെ പേര് പറയാമോ, ആരുടെയൊക്കെ പറയാം, അഭിജിത്ത് പൈസ അല്ലാതെ സഹായിക്കുന്നത് ഒത്തിരി പേര് കേട്ടോ, ഒത്തിരി പേരുണ്ട്. എന്റെ നഴ്സിംഗ് ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ അമ്മയെ പറ്റി പറയാനില്ല, ഒന്നും പറയണ്ട. അമ്മ ഉണ്ടായിട്ടാണ് ശരിക്കും തളർന്ന സമയങ്ങളിൽ ചത്തറിയാൻ തോന്നിയിട്ടുണ്ട്. അമ്മ ഉണ്ടായിട്ടാണ് ഇത്രയും പിടിച്ചിരിക്കുന്നത്. കല്യാണമായിട്ട് നടത്തിയില്ലെന്നേ ഉള്ളൂ. എന്റെ അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള കടം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഞാൻ വീട്ടും എന്റെ കുറിച്ച് നോക്കിയോ നല്ലൊരു അവസരം കിട്ടും. അവർക്ക് കിട്ടിയ ആളുടെ ഭാഗ്യമായിരിക്കും. ശരിക്കും ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും പറയും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി എനിക്കായിരിക്കാം, ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യുന്ന. എന്റെ കൊച്ചിന് ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നിയാല എല്ലാവരും പറയാറുണ്ട് കേട്ടാ, നല്ല അവസരം കിട്ടും, സൂപ്പറാണ്, ഓക്കെ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അവർക്കും ഒരു പൈസയുടെ ഒരു ഇത് നോക്കണമല്ലോ. അവർക്കും ഉണ്ടെങ്കിലല്ലേ അവരുടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
പിന്നെ എനിക്കൊന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും, പറ്റണവരെയൊക്കെ വിളിക്കും. പിന്നെ ചിലപ്പോ ഇവിടെ തന്നെ പറയും, നീ ആരുമായിട്ട് വിളിക്കാത്തോണ്ട് സംസാരിക്കാത്തോണ്ടാണ് നിനക്ക് അങ്ങനെ വരാത്തത് എന്നുള്ളത് തന്നെ പറയും. അവസരങ്ങൾ പിന്നെ ചിലരിങ്ങനെ പറയും മുടിയൊക്കെ, കാരണം നിങ്ങള് അല്ലാതെ കാണാതെ മോഡൽസിനെ കുറ്റം പറയായിരിക്കും. ഞാൻ പറയാലോ, ഒരിക്കലും മോഡൽസിനെ കുറ്റം പറയാൻ ഒരു മനുഷ്യർക്ക് അർഹതയില്ല, ഒരു മോഡൽസിനെ. ഇനി അവരല്ലാതെ ഇപ്പൊ സംസാരിക്കുകയും എന്റെ ഡ്രസ്സിൻ്റെതോ എന്താണെങ്കിലും കുറ്റം പറയാൻ ഒരാൾക്കും അവകാശമില്ല. കാരണം എന്റെ മോഡലായിട്ട് ഞാൻ പറയാണ്, മോഡലിംഗ് ഫീൽഡിൽ നിൽക്കണമെന്ന് പറയാണ്. അത് അവരുടെ സ്റ്റൈലാണ്, അവർക്കതൊരു കുറ്റമല്ല. ഇപ്പൊ എന്റെ മോഡലും ചില കമ്പനിക്കാർ പറഞ്ഞ ഹെയർ ഒക്കെ ഒന്ന് നല്ല ഇതാക്കി സെറ്റ് ആക്കി നല്ലതായിരിക്കും, അല്ലെങ്കിൽ കിട്ടുമ്പോ എനിക്കറിയാം, എല്ലാ പിള്ളേരെ കാണുമ്പോൾ എനിക്കറിയാം ഹെയറിൽ എന്തെങ്കിലുമൊക്കെ നല്ലതായിട്ട് ചെയ്ത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടെ നല്ലത് നല്ല കാണുമ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നും. പക്ഷെ അതും പൈസ തന്നെ വേണം. ഞാൻ ശരിക്കും ചില വീട്ടുകളിലൊക്കെ പോയി ഇങ്ങനെ ചോദിക്കും, ഞാൻ ചോദിക്കില്ല, നാളെ ഞാൻ ചോദിക്കും മുടി ചെയ്യുന്നതിന് എത്രയാണോ, കയ്യിലെ ഹെയർ ക്ലീൻ ചെയ്യുന്നതിന് എത്രയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഇപ്പൊ ചോദിക്കില്ല, കാരണം ഞാൻ സ്ഥിരം ചോദിക്കുന്ന കയറുന്ന കടയിൽ ചോദിക്കുമ്പോൾ അവർക്ക് അറിയാം ഇപ്പൊ ചോദിക്കാൻ തോന്നുന്നു എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട്. അവരങ്ങനെ ചിന്തിക്കുന്നോന്ന് അറിഞ്ഞില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നും ചോദിക്കില്ല. പിന്നെ ഞാൻ ഷൂട്ട് കാണുന്നുണ്ട്, അതിനൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, ആഗ്രഹമൊന്നും ഇല്ലാതില്ല. പക്ഷെ നമുക്കിപ്പോ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് നാളെ സ്കൂളിൽ നിന്ന് ഒരിടത്ത് ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, അതിന് ടീച്ചർ പേര് കൊടുത്ത്. പക്ഷെ എനിക്ക് അതിന് പോകുമ്പോൾ ഒരു ഇവിടെ നിന്ന് അപ്പുറത്തെ സ്റ്റോപ്പ് വരെ പോകാനുള്ള വണ്ടിക്കൂലി ഇല്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ടോ എന്ന് ചെയ്യണമെന്ന്. നമുക്ക് ട്രാവൽ എക്സ്പെൻസ് ആവത്തില്ലേ, അതൊന്നും തന്നെ ഇല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിന്റെ അമ്മ എങ്ങനെ ഇരിക്കരുത്, നിന്റെ അമ്മയെ ജോലിക്കൊക്കെ. എന്റെ അമ്മ ജോലിക്ക് പൊക്കോണ്ടിരുന്ന സമയത്ത് അമ്മ സ്കൂട്ടറിലാണ് പോകുന്നത്. അപ്പൊ പലപ്പോഴും അമ്മയ്ക്ക് വണ്ടി ആക്സിഡൻസ് ആവാറുണ്ട്. അതൊന്നും അമ്മ ആശുപത്രിയിൽ കാണിക്കാതെ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാതെ അമ്മ അത് ഫൈൻഡ് ചെയ്യാതെ അമ്മ വീണ്ടും ജോലിക്ക് മുമ്പോട്ട് പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ അമ്മയ്ക്ക് ഹെൽത്ത് പരമായിട്ട് പോയ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് ഇപ്പൊ ഇവിടെ എന്തോ പറ്റി, അമ്മ മസിലിനെന്തോ ഇവിടെ എന്തോ പറ്റി. അമ്മയ്ക്കിപ്പൊ വയറ് ഒരു സൈഡ് അമ്മയ്ക്ക് അനങ്ങാൻ പറ്റൂല. രാവിലെ ആയാലും അമ്മയ്ക്ക് അനങ്ങാൻ പറ്റൂല, ഭയങ്കര ഇതാണ്. പിന്നെ പപ്പയ്ക്ക് ജോലിയുണ്ട്. പപ്പയുടെ ശരിക്കും അതുകൊണ്ടാണ് ഒരു കാര്യമില്ലാതെ പട്ടിണിയില്ലാതെയും വാടകയും എല്ലാം കൊടുത്ത് സത്യം കേട്ടാ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാള് ദൈവം ഈ സമയത്ത് നമ്മളുടെ അടുത്ത് വിടാതിരിക്കൂല. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ തീരേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ കളിക്കുമ്പോഴിങ്ങനെ ഇരുന്ന് പറയും, ഞാനും അമ്മയും കൂടെ പറയും. ഇനിയിപ്പോ എല്ലാരും വിചാരിക്കും കാറുണ്ടല്ലേ, അറിയാവുന്നവർക്കൊക്കെ അറിയാം കാറുണ്ടെന്ന്. അതായിട്ട് വീട്ടിലായിരുന്നപ്പം ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പൊ കുറച്ചുകൂടെ അയാള് വീട്ടിലായിരുന്നപ്പം ട്രെയിനിൽ ഒരു കാല് പോയതാണ്. അപ്പം പുറത്തോട്ടൊക്കെ പോയാലും ട്രീറ്റ്മെന്റ് കാര്യങ്ങളുമായിട്ട് ചികിത്സയിട്ട് വാങ്ങിച്ച കാറാണ്. അതിന്റെ പോലും ചികിത്സ അടച്ചിട്ട് 2 മാസമാണ്. പക്ഷെ അതിലിപ്പൊ താമസിക്കുന്ന വാടക വീട്ടില് മുതലാളി നല്ലൊരു മനുഷ്യനെന്ന് വെച്ചാൽ എപ്പോഴും പറയാറുണ്ട്, വേറെ വീട് നോക്കിയാലും അത് ഈ കാറ് കൊണ്ട് കയറുമ്പോ കാറ് 2 സൈഡും പോകും. അതുകൊണ്ട് നമ്മൾ വേറെ വീട് നോക്കും. പക്ഷെ ഏട്ടൻ പറയുന്നത് വാടക പോലും നമ്മൾ ഒരു മാസം ഒരിച്ചിരി താമസിച്ചാൽ കേൾക്കും, വേറെ ആരാണെങ്കിലും കേൾക്കും. നമ്മുടെ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് പോലും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷെ അത് പറയാനും നല്ലൊരു മനുഷ്യൻ. ഒത്തിരി പേർക്ക് കൊടുക്കുന്നുണ്ട്, എനിക്ക് എല്ലാവർക്കും തരണം. ബാങ്കുകളിലായാലും എനിക്ക് വിഷയമായിരിക്കും. പക്ഷെ ദൈവം എന്തോ വിചാരിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചെത്തിക്കില്ലേ, അതുപോലെയാണ്. എവിടെയാണ് വീഡിയോ എടുക്കണവരും എല്ലാരും കളിയാക്കി വരെ ഇടാറുണ്ട്, വയറ് കൊള്ളാം, അങ്ങനെ കൊള്ളാം, ഇങ്ങനെ കൊള്ളാം. 16 വയസ്സേ ഉള്ളൂ അവൻ ഈ വയസ്സിൽ കഷ്ടപ്പെടുന്നത്. ഞാൻ ഇവിടെ ഈ കൊണ്ടിറങ്ങി ഇത്രത്തോളം ഇതായതുകൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതം നടന്ന് എനിക്ക് വീട്ടുകാരെ രക്ഷിക്കാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചാണ് കമന്റ് ഇടുന്നവര്. ദയവായിട്ട് ഞാൻ ദേഷ്യപ്പെട്ടവരും പറഞ്ഞിട്ടുണ്ട്, കമന്റ് ഇടുന്നവര് ദയവായിട്ട് അത് മനസ്സിലാക്കി. ചോദിക്കും എന്തോന്ന് കഷ്ടപ്പെടുന്നത് ഇങ്ങനെ ചെയ്യുന്നതില്ല, റീൽസ് എടുക്കണായാലും ഞാൻ എഡിറ്റ് ചെയ്യാണ്. എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കും, നീ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന, നീ എങ്ങനെ എഡിറ്റ് ചെയ്യുന്ന, ആരെങ്കിലും എഡിറ്റ് ചെയ്താൽ സ്വന്തമായിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല അത് ഭയങ്കര സൂപ്പർ ആണെന്ന്.
ഞാൻ സ്വന്തമായിട്ടാണ് എഡിറ്റ് ചെയ്യണ ദിവസം നല്ല തലവേദന പിടിച്ച പരിപാടിയാണ്. ചിലപ്പോൾ എനിക്ക് സ്കൂളിൽ പരീക്ഷ ഉണ്ടായിരിക്കും, അതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും പഠിക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ നാളെ പരീക്ഷ ഉള്ള ഒരു ദിവസം ഞാൻ ചിലപ്പോൾ രാത്രി ഈ സിനിമയുടെ നൈറ്റ് ഷൂട്ടൊക്കെ കാണും, അതിന് പോകും. അതിനെന്തെങ്കിലും 1000 രൂപ കിട്ടുമെന്ന് വിചാരിച്ചാൽ അതിന് പോകും. അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണമുണ്ട്. പറ്റണതിനെക്കാട്ടി അപ്പുറം അവള് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരാള് ഷൂട്ടിങ് പേയ്മെന്റ് എന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടാ അവര് മോശമെന്നുള്ള രീതിയിൽ, മോശമായിട്ടുള്ള രീതിയിലായാലും നല്ല രീതിയിലായാലും അവളതങ്ങ് എടുക്കും. കാരണം അവള് പറയും 1000 രൂപയ്ക്ക് അത്രയായില്ലേ, നാളത്തെ കാര്യത്തിനായില്ലേ. ശരിക്കും പട്ടിണി വരാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ അമ്മയച്ഛനും കൊടുത്ത നല്ല ഒരു ഇതിലും മനസ്സിൽ ഇതുകൊണ്ട് അങ്ങനെ ഒരിക്കലും വരാറില്ല. അവള് നന്നായിട്ടാണ് നോക്കണത്. എന്റെ മക്കളെ നോക്കണം, ഞാൻ നോക്കണേ കാട്ടി നന്നായിട്ട് നോക്കും. ഞാൻ ചിന്തിക്കണേ കാട്ടി ഇവരെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഏട്ടന്റെ മക്കള് തന്നെ ഇവിടെ ഒരു പരിപാടിക്ക് ഏട്ടൻ പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമാണ്. ചിലപ്പോൾ നമ്മൾ കെഞ്ചാറുണ്ട് 300 രൂപയൊക്കെ പെട്രോൾ അടിച്ച് കാറിൽ പോയി ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കാറ് ഇറങ്ങുന്നു. ശരിക്കും ഞാൻ കാറിന് തന്നെ പണിയും ഇന്നലെയും വിളിച്ച് തിരിച്ചിറങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പറ്റില്ല. അങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് പ്രശ്നമായിട്ടിരിക്കുകയാണ്. അയാളുടെ ഒരു കൂട്ടായ്മ വേദിയൊക്കെ ചിലപ്പോ നീങ്ങി ചിപ്പിയാണ്. അവർക്ക് അറിയാൻ കേട്ട എല്ലാ കാര്യം. എനിക്ക് കിട്ടിയതില് കുറച്ച് 2 ഫ്രണ്ട്സിൽ ഒന്നുകളും പിന്നെ എനിക്ക് ദീപിക നല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകണം. ചിലപ്പോ ഈ വീഡിയോ കാണുമ്പോഴേക്കും എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് അറിയാൻ ഇത്ര പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ദീപികൾക്ക് ഞാൻ പറയും എനിക്ക് കാറുണ്ടെന്നേ ഉള്ളൂ. ഫ്രണ്ട്സ് ഒക്കെ കൂടെ ജ്യൂസ് കുടിക്കാൻ പോകും. ചിലപ്പോ അവരെന്നെ വിളിക്കും, പക്ഷെ എന്റെ പൈസ ആവില്ല, അപ്പൊ ഞാൻ പോകൂല ജ്യൂസ് കുടിക്കാൻ. കാരണം ഹോസ്റ്റ് നമ്മൾ പോകുമ്പോൾ എനിക്ക് തോന്നും, അപ്പൊ ഞാൻ പോകൂല. പക്ഷെ അവര് കൊണ്ടുപോയി വാങ്ങിച്ചു കേട്ടാ എനിക്ക് കാറുണ്ടെന്ന് വീട്ടിൽ പൈസ തരാന്ന്. അപ്പൊ അവളോട് കുഴപ്പമില്ല, ഞാൻ നാളെ 50 രൂപ കൊണ്ടുവരാം, എനിക്ക് വാങ്ങിച്ചു തരാം. അങ്ങനെ പറയും. എനിക്ക് നാളെ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുപാട് കുറവാണ്. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വിടും, പക്ഷെ വീട്ടിൽ പൈസ വേണ്ടേ. അങ്ങനെ എന്തോ പറയാനാ, എന്റെ ഈ പ്രായത്തിന് 16 വയസ്സിലെ പിള്ളേര് ചെയ്യുന്ന രീതിയില് പണ്ടേ ചിന്തിക്കും. കാരണം നല്ല പ്രായത്തിലെ ഉള്ള പ്രശ്നങ്ങളും ആളുടെ ഇതൊന്നും ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല. അത് അവരുടെ ജീവിതം ഉണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷെ പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും പട്ടിണിയും കാരണം ശരിക്കും ആശുപത്രിയിൽ വരെ കൊണ്ടുപോയിട്ടുണ്ട്, ചെക്കപ്പും കാര്യങ്ങളുമായിട്ട് ഉള്ള. കാരണം കുറെ പേര് കുറ്റം പറഞ്ഞ് അയ്യോ എവിടും കൂടെ ആയതിനു ശേഷമല്ലേ, എവിടെ കാര്യത്തിന് ഇറങ്ങിയതിനു ശേഷമല്ലേ ഈ കടം ഇതൊന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. മരിക്കണം. ഞാൻ എവളും കൂടെ തീരുമാനിച്ചുകൊണ്ടിരുന്ന കാര്യം പിന്നെ അവൾ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ തുടങ്ങി, മരിച്ചു കളയണം. പിന്നെ അത് കാണിച്ച് ഞാൻ എന്തിരുന്നാലും ഞാൻ കൂടെ ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ ഞാൻ മാത്രമല്ല, ചേട്ടനും അപ്പോഴും അനിയനും കൂടെ ഉണ്ട്, ഇപ്പൊ ചേട്ടനും മോനും കൂടെ ഉണ്ട്, എല്ലാത്തിനും. അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്കൊന്നുമല്ല നമ്മളുണ്ട്. പിന്നെ ഞാൻ മോഡൽസിനെ കുറ്റം പറയില്ലെന്ന് പറഞ്ഞത്, ഇതിന് പോണ പിള്ളേർക്ക് അറിയാവും. അവരുടെ ഡ്രസ്സിങ് ആയാലും അവർക്കതൊരു വൾഗർ, അല്ലെങ്കിൽ അവർ വേറൊരു മനുഷ്യന്റെ അടുത്ത് നിന്നതായാലും അവർക്കതൊരു വൃത്തികേടായിട്ട് ഒന്നും തോന്നുന്നില്ല. കാരണം അതാണ് പ്രൊഫഷൻ. നിങ്ങളൊരു സിനിമയിലെ പാട്ടൊക്കെ കാണുമ്പോൾ എല്ലാവരും ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഒരു കൊച്ചൊറ്റയ്ക്ക് ഒരു വീഡിയോ ചെയ്തിടുമ്പോൾ അതിൽ എന്തുമാത്രം എത്ര വൃത്തികേട് കണ്ടുപിടിക്കുന്നതാണല്ലോ. പിന്നെ അങ്ങനെയുള്ളവന്മാരൊക്കെയാണ് നാളത്തെ നല്ല അവാർഡ് വാങ്ങാൻ പോണതും നല്ല ട്രീറ്റ്മെന്റ് വാങ്ങിച്ച് ജയിലിൽ കിടക്കാൻ പോണം, നല്ല ട്രീറ്റ് കിട്ടി ജയിലിൽ കിടക്കാൻ പോണം. ഗോവിന്ദ ജാതി വരില്ല. കാരണം അവരാണ് നാളത്തെ മിടുക്കന്മാര്. ഈ ഇരുന്ന് പറയണമാരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളവന്മാരെ ഒന്ന് സൂക്ഷിച്ചോണേ. അത്രയ്ക്കും നല്ല അസുഖങ്ങളാണ്. നല്ലൊരു കൊച്ച്, ഞാൻ ഇവിടെ തോന്നുന്നു അതൊക്കെ വീഡിയോ ചെയ്തിടാൻ പറഞ്ഞപ്പോഴൊന്നും എന്തിനമ്മ ഒരു കൊച്ചു തീർക്കാൻ ബാഡ് കമന്റ് ഇട്ടേക്കണം, വൃത്തികേടായിട്ട്. ഇവർക്കൊക്കെ എന്തിനൊന്നും എനിക്കറിഞ്ഞൂടാ. വീട്ടിലുള്ള എങ്ങനെ അമ്മമാരും സഹോദരങ്ങളും പിടിച്ചിരിക്കണം എന്ന് എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് മോർണിംഗ് പിന്നെ ഒത്തിരി പിള്ളേര് വിഷമം പറയാറുണ്ട്, അവർക്ക് വരാൻ പറ്റണില്ല, അവർക്ക് ഇഷ്ടമാണെന്ന്. ഞാൻ ഒരു കാര്യം പറയാതെ എല്ലാ അമ്മമാരും ഒരുപോലെ കുറ്റം പറഞ്ഞ് ചിന്തിക്കണം എന്നല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊപ്പം നിങ്ങൾ നിന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ നാളെ അവരുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റം അവർക്കുണ്ടാവും. എല്ലാവരും നിൽക്കണ്ട എന്നല്ല പറയണം. ചില പിള്ളേർ മോഡലിങ്ങിന് വന്ന പിള്ളേർ വീട്ടുകാർ പോലും അറിയാതെ വന്നവരുണ്ട്. അവർ ഭയങ്കരമായിട്ട് വിഷമിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ആ സ്റ്റേജിൽ നമ്മളൊന്ന് കാണണം. ആ
നിങ്ങളുടെ മക്കൾ വർക്ക് ചെയ്യുമ്പോൾ അതിരുന്ന് നിങ്ങളതാ ആ ഇതിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്ന കുറ്റം കേൾക്കരുത്. നാളെ നിങ്ങളുടെ മക്കൾക്ക് കൊല്ലം പറ്റിയാലും ആരും കാണില്ല നിങ്ങൾക്കൊപ്പം. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്ന മക്കളെ കാണുള്ളൂ. അവരെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നത് ആസ്വദിക്കണം. നിങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും എന്നാണ്, എന്തൊരു അഭിമാനമായിരിക്കും എന്നാണ്. അവർ രക്ഷപ്പെട്ടു വന്ന നിങ്ങൾ വേറൊരു ലെവലാണ്. ഒത്തിരി പേര് കഷ്ടപ്പെട്ട് വന്നവരാണ്. അപ്പോഴും ഞാൻ ഇത് എത്രയും പറഞ്ഞതൊന്നും ചിലപ്പോൾ എന്നെ വെച്ച് നല്ലൊരു അവസരം കിട്ടും. കാര്യം കളിയാക്കണവരെങ്കിലും ഒന്നും പറയാതിരിക്കാൻ, അറിയാന്നുള്ള ഒരു കുറ്റം പറയണവർ പറയാതിരിക്കാൻ, പിന്നെ പോകാൻ പറ്റണ മക്കളെ നിങ്ങളുടെ ഭാഗ്യം, നിങ്ങൾക്ക് എന്തുമാത്രം ഭാഗ്യം, നിങ്ങളെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന വീട്ടുകാരൊക്കെ ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അവരുടെയൊക്കെ ഭാഗ്യമാണ് കേട്ടോ അങ്ങനെയെങ്കിലും പോകാൻ പറ്റണത്. പേടി ചെയ്താൽ പറഞ്ഞോ. ആ കൊറേ പേര് ചോദിക്കും എന്റെ അടുത്ത് ഈ വീഡിയോ ഇട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറെ പേര് അവസരങ്ങൾ ചോദിച്ചു കൊടുക്കുന്നുണ്ട്, കുറെ രീതിയിൽ പെട്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ഇട്ട് 10 പേര് അറിയണം, കാണണം. അതിനു വേണ്ടി ഇതെന്തരാകുന്നു പറഞ്ഞു. പക്ഷെ ഇടണവര് കുറെ എന്തെങ്കിലും വൃത്തിയുടെ അനാവശ്യമൊക്കെ പറഞ്ഞു വരുമായിരിക്കും. പറഞ്ഞവർക്ക് അറിയാന്നുള്ളവര് നല്ലതായിട്ട് മറുപടി ഇടുന്നേ. ഇപ്പൊ എന്റെ വേറൊരു കൂട്ടുകാരിയാണ് മനസ്സിൽ, അവിടെ ഇടയ്ക്ക് വെച്ച് ഓരോരുത്തരും പിണക്കിക്കാൻ കൊറേ പേര് എന്റെ അടുത്ത് ചോദിക്കും പ്രൊഫഷണൽ മോഡലിങ് ചെയ്തുകൂടെ ചെയ്തുകൂടെയെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ ചേച്ചിമാരിങ്ങനെ അവരിങ്ങനെ ഓരോന്നും ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോറി ചേച്ചി ഇതെങ്ങനെ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുതരുമോ, പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ആ വഴിക്കൊക്കെ പോകും. എനിക്ക് ആരും ഒന്നും ഇതുവരെ എനിക്ക് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് ചേച്ചി അവർക്ക് ബോറടിക്കുന്നവരും അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. എനിക്കറിയാന്നുള്ള മാക്സിമം കൊറേ നോളജ് ഉണ്ടെന്നൊന്നും പറയില്ല, പക്ഷെ എനിക്കറിയാന്നുള്ള അത്രയും ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ മാക്സിമം വാക്കിന്റെ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ആടിന്റെ ആയാലും ഇതേപോലത്തെ കൊളാബിന്റെ സംഭവം ഇതൊക്കെ പറഞ്ഞു. പിന്നെ യൂട്യൂബിൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല, സെർച്ച് ചെയ്താലും അതാരും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര സെൽഫിഷ് ആയിട്ടുണ്ട് ആയിരിക്കാം മേ ബി. ബാക്കി കാര്യങ്ങളായിട്ട് ഞാൻ അടുത്തായാലും വരാം. ഇപ്പൊ ഇതിലുമ്പോഴുള്ള റെസ്പോൺസും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾക്ക് പിന്നെ ഒത്തിരി പേര് പറയാനുണ്ട്. ഇപ്പൊ അനിയനായാലും എന്റെ അനിയനായാലും ഇപ്പോഴാണ് ഓരോ മനസ്സിലായി ഓരോ ഇതും നമ്മളുടെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നിൽക്കുന്നതും എടുക്കുന്നതും എല്ലാം. അത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഓരോന്ന് ഇനി ഇതിനായിട്ട് ഓരോ ചോദ്യങ്ങൾ വരുമല്ലോ, അപ്പൊ അതിന്റെ മറുപടി അടുത്തതായിട്ട് വരാം.